ശ്രീ സുരേഷ് കുമാർ, ഇവിടെ അനിൽ വിളയിൽ ചൂണ്ടിക്കാണിച്ച ഒരു വളരെ പ്രസക്തമായ വിഷയമാണ്. കാരണം ഈ ഭൂമി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതോ ഒക്കെ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമ്മളിപ്പോൾ 2 ദേവസ്വം മന്ത്രിമാർ നിയമസഭയിൽ വെച്ച കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 30,000-ലധികം ഏക്കർ ഭൂമികൾ ഹൈന്ദവ ക്ഷേത്രങ്ങളുടേത്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടേത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് മറ്റ് മതവിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയൊന്നും ഈ പ്രശ്നങ്ങളില്ല. അപ്പോൾ അത് ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളതല്ലേ ശ്രീ സുരേഷ് കുമാർ? നോക്കൂ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്ക്, രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് അതിനു കൂടി മറുപടി പറയാൻ അനുവദിക്കണം. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിലെ ഏറ്റവും അവസാനത്തെ ആധികാരിക രേഖ എന്ന് പറയുന്നത് 12/7/2022 ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ നിയമസഭയ്ക്ക് മുന്നാലെ വെച്ച രേഖയാണ്. ആ രേഖയിൽ ഈ കണക്കിൽപ്പെടാത്തതും അല്ലെങ്കിൽ ആധികാരിക രേഖയുടെ പരിധിക്കുള്ളിൽ വരാത്തതുമായിട്ടുള്ള ഭൂമിയെ നമ്മൾ പലപ്പോഴും പറയുന്നത് അത് അന്യാധീനപ്പെട്ടു പോയി എന്നുള്ളതാണ്. തിരിച്ചെടുക്കാനാവാത്ത വിധം അന്യാധീനപ്പെട്ടു പോയി എന്ന നിലയിലേക്ക് നിയമസഭയോ നിയമനിർമ്മാണ സഭയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളോ എത്തിച്ചേർന്നിട്ടില്ല. രേഖകളുടെ അഭാവമോ ഏതെങ്കിലും വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്നതോ ആയിരിക്കാം. ആ പരിഗണനയെ നമുക്കതിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എപ്പോൾ വേണോ നമുക്ക് കൃത്യമായി രേഖകൾ സഹിതം അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അവിടെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഒരു വശത്ത് ഇങ്ങനെ ചില വസ്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചതിനെ സംബന്ധിച്ച് രേഖാസഹിതം നിയമസഭയ്ക്കകത്ത് വച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ബോധപൂർവം ഹിഡൻ ചെയ്യുകയോ മറച്ചു പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിനകത്ത് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ ഒരു ഭാഗം നമ്മൾ പ്രദർശിപ്പിക്കുകയും മറുഭാഗത്തെ സത്വരമായ നടപടികളെ മറച്ചു പിടിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് യോജിച്ച അല്ലെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് സമൂഹത്തിന് യോജിച്ച പ്രവൃത്തിയല്ല. അതാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തേത്, ഈ ശബരിമലയിൽ വൻമോഷണം നടന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള അദ്ദേഹം പറയുകയാണ്. ശബരിമലയിൽ വൻമോഷണം നടന്നിട്ടുണ്ട് എങ്കിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണം അവിടെ നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അന്ന് നിന്ന നിപ്പിൽ നിന്നും ഈ പറയുന്ന പ്രതിനിധി ടേൺ അടിച്ചു പോകരുത് എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും. നമ്മളെല്ലാവരും അതിന് മറുപടി പറയാൻ ലയബിലിറ്റി ഉള്ളവരായിരിക്കും. അന്ന് നമുക്ക് ചർച്ച ചെയ്യാം വിഷയത്തെ സംബന്ധിച്ച്. ഇത് അന്വേഷണം പുറത്തു വരട്ടെ. പാളയം ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഞാനെന്തോ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരുന്ന നിലയിൽ പറഞ്ഞു എന്നാണ്. പാളയം ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതിന് ചുറ്റിലുമുള്ള ക്ഷേത്രം ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്താമെന്നാണ് പറഞ്ഞത്. ഉറപ്പായും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അതിന് ചുറ്റും എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ തിരുവനന്തപുരത്ത് വന്ന് പാളയം ക്ഷേത്രം കാണാത്തവർക്ക് മാത്രമേ ചിലപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ടാവാനിടയുള്ളൂ. പാളയത്തെ ഗണപതി ക്ഷേത്രത്തിന് ചുറ്റും ഇരിക്കുന്നത് ഇതര മതസ്ഥരുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളോ മറ്റൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരുന്ന കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ പറയുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആരെങ്കിലും അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം കൂട്ടായി നടത്താം. പിന്നെ പമ്പയിലെ ആഗോള നിക്ഷേപ സംഗമം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങൾക്ക് തെറ്റിയതാണ്. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമമാണ്. ആ അയ്യപ്പ സംഗമം എന്താണോ അതിനു വേണ്ടിയിട്ട് ആ ഉന്നം വെച്ചത് അത് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന ഈ പരാക്രമങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവിടെ കൃത്യമായിട്ടുള്ള ഒരു കണക്കിൻ്റെയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഏത് കാര്യങ്ങൾ ഇനി നടന്നാലും അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കുണ്ടാകും. അത് ചില ആളുകൾക്കിടയിൽ ഹാലിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് പീഠം നഷ്ടപ്പെട്ടു പോയത് മുതലുള്ള കാര്യങ്ങളിൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന അന്വേഷണത്തിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളിലും എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. നഷ്ടക്കണക്ക് പറയുമ്പോൾ എടുത്ത പരിഹാര മാർഗങ്ങളെ സംബന്ധിച്ച് കൂടെ കൃത്യമായി ജനങ്ങളെ അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്നുള്ള നിലയിൽ ജനം TV-ക്ക് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. അതുകൂടി നിങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് അകാരണമായി വസ്തു പതിച്ചു കൊടുത്തു എന്നൊരു ചരിത്രമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം. അന്ന് ന്യൂനപക്ഷ, പിന്നോക്ക, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിദ്യാഭ്യാസപരമായും മറ്റു പല കാരണങ്ങളാലും ആ കാലയളവിൽ പിന്നാക്കം നിന്നിട്ടുണ്ട്. അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നിന്നും ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ കാണണം. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി മാറി മാറി വന്ന സർക്കാരുകൾ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകളെ അങ്ങോട്ട്
അങ്ങോട്ട് നോക്കൂ, അന്ന് അവിടെ ഇങ്ങനെ സംഭവിച്ചു, ദാ ഇങ്ങോട്ട് നോക്കൂ, ഇന്നിവിടെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്ഷേത്രങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടതുപോലോ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും ആഭരണങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെയുള്ള സംഭവങ്ങൾ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിൽ നടക്കുന്നില്ല. അതൊരു വസ്തുതയാണല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുകൾക്ക് ഇതാ ഭൂമി പതിച്ചു കൊടുത്തു, ഇവിടെ കുറേ ആളുകൾക്ക്. ഇതൊക്കെ എന്നാ സംഭവിച്ചത്? 1960കളുടെ കാലയളവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ എടുത്ത് ആവർത്തിച്ച് പറയുന്നതിന് പിന്നിൽ ഒരു ന്യൂനപക്ഷ പ്രീണനം 1960 നടത്തിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ഇത്. ചില ദൗർബല്യങ്ങൾ, ചില ദുർബലതകൾ കടന്നുകൂടിയിട്ടുള്ള ആളുകളുടെ മനസ്സിൽ അല്പ ഇക്കിളി ഉണ്ടാക്കാൻ ഉപകരിക്കും എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രയോജനവും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഈ വാദഗതി ഉന്നയിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ നിങ്ങൾ ഈ 2025 ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദാനിക്കും അംബാനിക്കും കണക്കുകൾ പരിശോധിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് എത്ര കോടിയുടെ മൂല്യം വരുന്ന സ്വത്തുക്കളും പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാവുന്ന, പുത്തൻ തലമുറയുടെ നട്ടെല്ലായി വർത്തിക്കാവുന്ന എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ സ്ഥാവര ജംഗമ വസ്തുക്കൾ നിങ്ങൾ തീരെഴുതി കൊടുക്കുന്നു. അവർ വ്യക്തിപരമായും അവരുടെ സ്ഥാപനപരമായും ഉണ്ടാക്കുന്ന ബാങ്ക് വായ്പകൾ നിങ്ങൾ നിഷ്കരുണം എഴുതിത്തള്ളുന്നു. ഞാൻ അതിൻ്റെ കണക്കുകളൊന്നും ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1990കളിൽ ഈ രാജ്യത്ത്, കേരളത്തിലുൾപ്പെടെ, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് പറഞ്ഞുകൊണ്ട് സ്വദേശി വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും നടത്തി ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച, വഞ്ചിച്ച, പൊട്ടം കളിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ന് വന്ന് അപരമത വിദ്വേഷവും പറഞ്ഞുകൊണ്ട് പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടത്തുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിയണം. 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ നട്ടു വളർത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കലക്കുന്ന ഈ വിഷം ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യരെ കുരുതി കൊടുക്കുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, ഇങ്ങനെയല്ല സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത്, ഇങ്ങനെയല്ല സാമൂഹിക പ്രവർത്തനം നടത്തേണ്ടത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് എന്നാണ് ഉണ്ടാകാൻ പോകുന്നതെന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. പിന്നെ ഇവിടെ ആങ്കർ ചോദിച്ച പ്രസക്തമായൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഹിന്ദു മതാചാര പ്രകാരമുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്ത് വകകൾ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ, മറ്റാരുടെയും സ്വത്ത് വകകൾ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു മറുപടി ബഹുമാനപ്പെട്ട UDFൻ്റെ പ്രതിനിധി പറഞ്ഞു. 1930 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ ചില വസ്തുക്കൾ അമ്പലങ്ങളുടെ ഭാഗമായി വന്നിട്ടുണ്ട്. കൃത്യമായി ഐക്യ കേരള രൂപീകരണ ശേഷം ഈ സർക്കാരുകൾ കൃത്യമായി ന്യൂനപക്ഷങ്ങൾക്ക് ചില കാര്യങ്ങൾ പതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് കൃത്യമായി ആധികാരികമായ രേഖയുണ്ട്. ആ രേഖകൾ അവർ കൃത്യമായി സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചില കയ്യേറ്റങ്ങളും ചില ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നുള്ളത് സർക്കാർ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ മറുപടിയിൽ തൃപ്തനാണോ? അതായത് 1930കൾ മുതൽ കയ്യേറ്റം നടന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മറ്റ് മതവിഭാഗങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയാത്തത് എന്ന CPM പ്രതിനിധിയുടെ മറുപടിയിൽ അങ്ങ് തൃപ്തനാണോ ശ്രീ അനിൽ വിളയിൽ? ഒരിക്കലുമല്ല. അദ്ദേഹം ഏതോ കവലപ്രസംഗം നടത്തുന്ന രീതിയിൽ അദാനി അംബാനി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിനും ന്യായീകരണം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ ഗണപതി ക്ഷേത്രത്തിന്റെ ചുറ്റുമൊന്നും വേറെ ഇതര മതസ്ഥർക്കൊന്നും ഇല്ലെന്ന്. അദ്ദേഹത്തിന് എന്തറിവാണുള്ളത്? അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇതര മതസ്ഥരുടെ മോസ്ക് അല്ലേ? അവരെടുത്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. താങ്കൾ എന്തിനാണ് അങ്ങനെ വലിഞ്ഞു കയറി പറയുന്നത്? അപ്രകാരമുള്ള സംഭവങ്ങൾ കേരളത്തിൽ എല്ലായിടവും പ്രദേശത്തുമുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാ പ്രദേശത്തും ഹൈന്ദവ സ്ഥാപനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ളങ്ങളും മോഷണങ്ങളും നടക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം ഭൂപരിഷ്കരണത്തിനെ പറ്റി പറഞ്ഞു. EMS മന്ത്രിസഭയുടെ കാലത്ത് EMS അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ സംരക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്തിനെ പറ്റിയും അതേപോലെ തന്നെ ഈ സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്തും 2 നിയമസഭാ രേഖകൾ അനുസരിച്ചും ഹിന്ദു ക്ഷേത്രങ്ങളുടെ ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. ആ സമ്മതം തന്നെ ഒരു സത്യമാണല്ലോ. അത് തിരിച്ചു പിടിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളിൽ കൂടി ഒരു 10 സെന്റ് വസ്തുവെങ്കിലും തിരിച്ചു പിടിച്ചു എന്ന് അദ്ദേഹം കാണിച്ചു തരണം. സമാന സാഹചര്യം അടുത്ത കാലത്തും ഉണ്ടായിട്ടുണ്ട്. നാഷണൽ ഹൈവേ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് എത്രയോ ക്ഷേത്രങ്ങളുടെ എത്രയോ ഏക്കറും എത്രയോ സെന്റും വസ്തുക്കൾ
ഹൈവേയുടെ വികസനത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ആ പൈസയൊക്കെ സർക്കാർ മേടിച്ചെടുത്തിട്ടുമുണ്ട്. ആ പൈസയൊക്കെ തിരികെ തന്നെ ഈ ക്ഷേത്രങ്ങളുടെ വികസന കാര്യത്തിന് ഏതെങ്കിലും ₹1 വിനിയോഗിച്ചതായിട്ട് ഇടതുപക്ഷ പ്രതിനിധിക്ക് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഹിന്ദുവിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഞങ്ങൾ നിയന്ത്രിക്കുന്നവരെ, ഞങ്ങൾ നിയമിക്കുന്നവർ കക്കും മോഷ്ടിക്കും. ഇതൊന്നും നിങ്ങൾ ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞ അപ്രസക്തമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചി ദേവസ്വം ബോർഡിന്റെ സെക്ഷൻ 73 മലബാർ ദേവസ്വത്തിന്റെ സെക്ഷൻ 25 കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ സെക്ഷൻ 10 താങ്കളൊന്ന് വായിച്ചു നോക്കണം. ദേവസ്വ സ്വത്തുക്കള് മൈനറാണ് ഈ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ഡയറ്റുകൾ എന്ന് താങ്കൾക്കറിയാമല്ലോ. ഒരു മൈനറുടെ സ്വത്തുക്കൾ ഇപ്രകാരം മോഷ്ടിക്കുന്നത് പൊതുസമൂഹത്തിനോട് ചെയ്യുന്ന ക്രൈമാണെന്ന് അടുത്ത സമയത്ത് ചെന്നൈ ഹൈക്കോടതിയുടെ ഒരു വിധിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രാജമാണിക്യം പോയിട്ട് അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഏത് മാണിക്യം വന്നാലും ഈ സ്വത്തുക്കളൊന്നും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. നമ്മുടെ സിവിൽ നടപടി നിയമം അനുസരിച്ച് 30 വർഷക്കാലമായിട്ട് അഡ്വേഴ്സ് പൊസഷനിലിരിക്കുന്ന അൺഇൻറ്ററപ്റ്റഡ് കണ്ടിന്യൂസ് ഫ്രീ എൻജോയ്മെന്റിലിരിക്കുന്ന ഒരു വസ്തു തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം നടപടിക്രമങ്ങൾ പോകണം. നമ്മളുടെ ഒന്നും ആയസ്സിൽ ഇത് കാണാനുള്ള ഭാഗ്യം നമുക്കൊന്നും ഉണ്ടാകില്ല. കുറെ കാലം കഴിയുമ്പോഴേക്കും കേരളത്തിന്റെ ഭരണം ഇന്നുള്ള സാഹചര്യത്തിൽ നിന്ന് വളരെ അപകടകരമായ രീതിയിൽ ചില വിഭാഗങ്ങളുടെ കയ്യിലേക്ക് മാറിക്കഴിയുമ്പോൾ 1 സെന്റ് 1 തരി മണ്ണ് പോലും ഹിന്ദുവിന്റെ തിരിച്ചു പിടിക്കാൻ സാധിക്കാതെ വരുന്ന ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇടതുപക്ഷ മുന്നണിയുടെ നേതാവും വലതു മുന്നണിയുടെ നേതാവും തലകുത്തി കണക്ക് പറഞ്ഞാലും 1 സെന്റും ഹിന്ദുവിന് തിരിച്ച് കിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ഏതോ കണക്ടിവിറ്റിയുടെ പ്രശ്നം കാരണം ഒരു കാര്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കേരളത്തിനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് UP. എത്രയോ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കൂടുതലുണ്ട്. അവിടുത്തെ ഒരു ഒറ്റ ക്ഷേത്രമാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ളത്. അത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. ബാക്കി അവിടുത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളും പ്രാദേശികമായിട്ടുള്ള ട്രസ്റ്റുകൾ സുന്ദരമായ രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അപ്രകാരമുള്ള പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിൽ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ വരണം, ദേവന്റെ ഉടമസ്ഥത വരണം, ക്ഷേത്ര സ്വത്തുക്കളുടെ കൺട്രോളും നിയന്ത്രണവും മാനേജ്മെന്റും എല്ലാം തന്നെ വരണം. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നറിയാവോ? ഈ ദേവസ്വത്തിന് കൃത്യമായ ഒരു ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കറക്റ്റായ രീതിയിലില്ല. വസ്തുക്കൾ അളക്കാൻ യോഗ്യതയുള്ള വ്യക്തികളില്ല. കയ്യേറ്റം തിരിച്ചു പിടിക്കാനുള്ള ഒരു ഏകജാലക സംവിധാനം നിയമവകുപ്പും റവന്യൂ വകുപ്പും ഒക്കെ കൈയോർത്തുകൊണ്ടുള്ള ഒരു സംവിധാനവുമില്ല. ഇക്കാരണത്താല് സുശീല ഭട്ട് പോലുള്ള വ്യക്തി, നമ്മൾ നോക്കണം, കോൺഗ്രസ് പ്രതിനിധി സത്യമായിട്ട് ആ കാര്യം പറഞ്ഞതാണ്. കൃത്യമായ രീതിയിൽ ദേവസ്വം സ്വത്തുക്കള്, വനം സ്വത്തുക്കള് പിടിച്ചുകൊടുക്കാൻ എത്രയോ സുന്ദരമായി കേസ് നടത്തിയ ആ സ്ത്രീയെ പിണറായി വിജയന്റെ മന്ത്രിസഭ അധികാരമേറ്റ് ആദ്യ ദിവസം എടുത്ത തീരുമാനമായിരുന്നു സുശീല ഭട്ടിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റാൻ. ആ പാവം പിടിച്ച സ്ത്രീ സമ്മർദ്ദം വഴങ്ങി, ഭീഷണി വഴങ്ങി അവർ കേരളത്തിലെ പ്രാക്ടീസ് അവസാനിപ്പിച്ച് കർണാടകയിലേക്ക് മാറാനുണ്ടായ നിഷ്ഠൂരമായ സാഹചര്യം സൃഷ്ടിച്ചതും ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ ദേവസ്വത്തിന്റെ 5000 അല്ല 6000 അല്ല 30,000 ഏക്കർ വസ്തുക്കളാണ് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ ഉള്ള ആത്മാർത്ഥമായ ശ്രമം ഈ 2 മുന്നണികൾക്കും ഒരിക്കലും സാധിക്കില്ല. കാരണം കാട്ടുകള്ളന്മാരാണ് നിയന്ത്രിക്കുന്നതും കാട്ടുകള്ളന്മാരാൽ തെരഞ്ഞെടുക്കപ്പെട്ട കാട്ടുകള്ളന്മാർ നയിക്കുന്ന കാട്ടുകള്ളന്മാരുടെ സർക്കാരും ദേവസ്വവും ഉള്ള കാലത്തോളം ഇതൊന്നും ഹിന്ദുവിന് തിരിച്ചു കിട്ടില്ല. ഇതൊക്കെ പോക്കാണ്.